ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഫർ ആൻഡ് ഡിഫറൻഷിയേറ്റ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ രണ്ട് വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ രണ്ടും ഒന്ന് തന്നെയല്ല, രണ്ടും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാവുക. ടു ബി ഡിഫറെൻറ്റ് ഫ്രം. മൈ ഒപ്പീനിയൻ ഡിഫേഴ്സ് ഫ്രം യുവേഴ്സ്. എൻ്റെ അഭിപ്രായം നിങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഡിഫേഴ്സ്, ഡിഫർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ടു ഫോൺസ് ഡിഫർ ഇൻ പ്രൈസ് ആൻഡ് ക്യാമറ. രണ്ട് ഫോണുകളും അതിൻ്റെ വിലയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിലും രണ്ടും വ്യത്യസ്തമാണ്. ദ ടു ഫോൺസ് ഡിഫർ ഇൻ പ്രൈസ് ആൻഡ് ക്യാമറ. ഇനി അതേപോലെയുള്ള വേറൊരു വാക്കാണ് ഡിഫറൻഷിയേറ്റ്. എന്താണ് ഡിഫർ ആൻഡ് ഡിഫറൻഷിയേറ്റ് തമ്മിലുള്ള വ്യത്യാസം? ഡിഫറൻഷിയേറ്റ് എന്ന് പറയും മേക്ക് ഓർ നോട്ടീസ് ദ ഡിഫറൻസ് എന്നാണ്. മേക്ക് ഓർ നോട്ടീസ് ദ ഡിഫറൻസ്, വ്യത്യാസം മനസ്സിലാക്കുക, അതല്ലെങ്കിൽ വേർതിരിക്കുക എന്ന മീനിങ്ങും ഉണ്ട്. ഡോക്ടേഴ്സ് നീഡ് ടു ഡിഫറൻഷിയേറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് ഫ്രം ബാക്ടീരിയൽ വൺസ്. ബാക്ടീരിയൽ ഇൻഫെക്ഷനും അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനും ഇത് രണ്ടും വേർതിരിച്ച് ഡോക്ടേഴ്സ് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ വേർതിരിക്കുക, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കുക എന്ന മീനിങ് ആണ് അവിടെ. ദ സോഫ്റ്റ്വെയർ ക്യാൻ ഡിഫറൻഷിയേറ്റ് സ്പാം ഇമെയിൽസ് ഫ്രം റിയൽ വൺസ്. സ്പാം ഇമെയിൽസ് അതുപോലെ തന്നെ റിയൽ ആയിട്ടുള്ള ഇമെയിൽസ്, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ ഈ സോഫ്റ്റ്വെയറിന് സാധിക്കും. ഇനി നമുക്ക് ഒരു സെൻറ്റൻസിൽ തന്നെ ഡിഫർ ആൻഡ് ഡിഫറൻഷിയേറ്റ് എന്ന് ഉപയോഗിച്ച് നോക്കാം. പീപ്പിൾ ഡിഫർ ഇൻ ദെയർ ഒപ്പീനിയൻസ് ബട്ട് ഗുഡ് ലീഡേഴ്സ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ഗുഡ് ഐഡിയാസ് ഫ്രം ബാഡ് വൺസ്. പീപ്പിൾ ഡിഫർ ഇൻ ദെയർ ഒപ്പീനിയൻസ്. എല്ലാ ആളുകളും അവരുടെ അഭിപ്രായങ്ങളിൽ വ്യത്യസ്തരാണ്. എല്ലാ അഭിപ്രായങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ഗുഡ് ലീഡേഴ്സ്, നല്ല ലീഡേഴ്സിന് ദേ ക്യാൻ ഡിഫറൻഷിയേറ്റ് ഗുഡ് ഐഡിയാസ് ഫ്രം ബാഡ് വൺസ്. അതായത് ഗുഡ് ഐഡിയാസ് എന്താണ്, നല്ല ആശയങ്ങൾ എന്താണ്, ചീത്ത ആശയങ്ങൾ എന്താണ് എന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ നല്ല ലീഡേഴ്സിന് കഴിയും. ഫിൽ ഇൻ വിത്ത് ഡിഫർ ഓർ ഡിഫറൻഷിയേറ്റ്. ഇവിടെ ഡിഫർ വേണോ ഡിഫറൻഷിയേറ്റ് വേണോ എന്ന് ആലോചിക്കുക. അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ദ ട്വിൻസ് ലുക്ക് ഐഡൻറ്റിക്കൽ ബട്ട് ദേ ബ്ലാങ്ക് ഇൻ പേഴ്സണാലിറ്റി. ദ ട്വിൻസ് ലുക്ക് ഐഡൻറ്റിക്കൽ. ഒരേപോലെ, ട്വിൻസ് ഒരേപോലെ തന്നെ തോന്നുന്നു, പക്ഷേ ദേ ഡിഫർ ഇൻ പേഴ്സണാലിറ്റി. അവരുടെ പേഴ്സണാലിറ്റിയിൽ വളരെ വ്യത്യസ്തരാണ് അവർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഡിഫർ എന്നാണ് ആ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത്. നെക്സ്റ്റ് വൺ, ഡോക്ടേഴ്സ് മസ്റ്റ് ബ്ലാങ്ക് ബിറ്റ്വീൻ എ മൈഗ്രെയിൻ ആൻഡ് എ നോർമൽ ഹെഡേക്ക്. ഡോക്ടേഴ്സ് മസ്റ്റ് ഡിഫറൻഷിയേറ്റ് മൈഗ്രെയിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നോർമൽ ഹെഡേക്ക് എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഡോക്ടേഴ്സ് മനസ്സിലാക്കണം, അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഡിഫറൻഷിയേറ്റ്. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് ബ്ലാങ്ക് സ്പേസസ് ആൻസേഴ്സ്. ബ്ലാങ്ക് സ്പേസസിൽ വേണ്ട ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. ഐഫോൺ ആൻഡ് സാംസങ് ബ്ലാങ്ക് ഇൻ ക്യാമറ ക്വാളിറ്റി. ദ ലാസ്റ്റ് വൺ, all languages blank in grammar and vocabulary. Thank you.